സെറ്റാണ് ഗൈസ്. ഈ പടത്തിന് വേണ്ടിയിട്ട് ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും. നമ്മളിന്ന് വന്നിരിക്കുന്ന ഡെമസി തളിപ്പറമ്പ് പറശ്ശിനിക്കടവിലുള്ള സ്നേക്ക് പാർക്ക്. അതെ, നമ്മൾ കണ്ണൂർ മിനി സൂ. അതെ, നമ്മൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ അതെ അതെ നമ്മൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയായിരുന്നു. നീ ഇതും ഇവിടെ വന്നിട്ടില്ല. ഇതും ഇവിടെ വന്ന സമയത്ത് ഇതും എൻ്റെ വൈറ്റിലായിരുന്നു. ഇതും എൻ്റെ വൈറ്റിലായിരുന്നു. ഇപ്പോഴാണ് അവനോട് ശരിക്കും വരുന്നത്. അപ്പോൾ ഹായ് പറഞ്ഞേ. ഹായ്. നമ്മൾ ഐസ്ക്രീം തിന്നത് തിരക്കിലാണ്, അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അതെ, ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കുറേ പാമ്പിനെ കാണാം. കുറേ പാമ്പുണ്ട്, അതിന്റെ കാര്യമായിട്ടില്ല. കുറച്ച് മീനുണ്ട്, പിന്നെ ഈ മുതല, റെപ്റ്റൈൽസ് വർഗത്തിലുള്ള സാധനങ്ങളെല്ലാം അത്യാവശ്യമുണ്ട്. ആനയാ? ആമ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല മീൻസ്, കാരണം ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് ഇതാക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 കൊല്ലം റിനോവേഷൻ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ അപ്പോൾ സോറി ഗൈസ്, നമ്മൾ കുഞ്ഞമ്മനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയണ്ടേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അതെ, ഇതും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാ നമ്മൾ തളിപ്പറമ്പ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ വന്നിരിക്കുകയാണ്. കണ്ടോ, മേടിച്ചു പോയി കേസ് ചെയ്ത ഇതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായിട്ടേ അതിലേ കൂടി ഇങ്ങനെ വേണ്ട ഗൈസ്. അപ്പോൾ നമ്മളിതാ സ്നേക്ക് പാർക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഇതിന് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് മീനിനെ കണ്ടിട്ട്. മീനിനെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇത്? ഹായ്, എന്താ ഇതാ? ആൽബിനോ ടിൻഫോയിൽ ബാർ. വലിയ മീൻ, ജൈൻറ്റ് ഗൗറാമി. വലിയ മിമ്മിയുടെ ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അവർക്ക്. റെയിൻബോ ഷാർക്ക്. റെയിൻബോ ഷാർക്ക് വന്നിട്ട് 2 കളറുള്ള. അതെ, ഇതാണ് ഷാർക്ക്. പക്ഷേ സാധാ മീൻ പോലെ ഉണ്ട്. ഇതെന്താണ്? കോയി കാർ. നമ്മൾ ഗോൾഡൻ ഫിഷ് എന്ന് പറയൂലേ. ബേബി മീനുണ്ട്, കുറേ കുഞ്ഞി പൊടി മീനുണ്ട് അതിൽ. ഐ ഹോപ്പ് യു ക്യാൻ സീ. പൊടി മീനുണ്ട്. ഇവിടെ മീനുണ്ടോ? കുറച്ച് മീനുണ്ട്. സാധാ മീൻ. ഷാർക്ക്. ഷാർക്ക് എവിടെ? ഷാർക്ക് എവിടെ? ടൈഗർ ഷാർക്ക്. ബേബി ഷാർക്കാണിത്. ബേബി ഷാർക്ക് എവിടെ? ബ്ലൂ പോളാർ പാരറ്റ്. എന്ത് കളർ ഇതാ? ഇതെന്താ കളറ്? ഏത് കളറ്? യെല്ലോ.
Slender Rasbora. ഇതെന്താ റേഫിൻറ്റ് ബാർ. ഇതെന്താണ് ഇതാ? ഷാർക്ക്. ഇതാണ് നമ്മുടെ ഏഞ്ചൽ ഫിഷ്. ജിറോഫെലോ. ഇതാ അല്ലു. കഴിഞ്ഞ ഇതാ നിമ്മിനെ കണ്ടു കഴിഞ്ഞാ? ഇനി എന്താണ്? ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാട്ടുപൂച്ചയുണ്ട്, മുള്ളമ്പന്നിയുണ്ട്, ഉടുമ്പുണ്ട്, മരപ്പട്ടിയുണ്ട്, കുരങ്ങുണ്ട്. മങ്കിച്ചിനെ കണ്ടേ? മങ്കിച്ചു നോ മങ്കിച്ചു മങ്കി. ഓക്കെ, പോവാലോ. മങ്കിച്ചിനെ കാണാൻ പോവാലോ. കാറ്റാടി. എന്താണ് കാറ്റാടി? എന്താണ്? ഗ്രീൻ ഇഗ്വാന. കണ്ട ഗൈസ്, റെസ്റ്റ് ചെയ്യാണ് ഒരാള്. എന്താണിതാ? സ്ലീപ്പിംഗ് ടൈം. കാട്ടുപൂച്ച എവിടെ കിടന്ന് പറയുന്നു. ആ, എല്ലാരും നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഉച്ച മയക്കത്തില്ല. സാധാ പൂച്ചനെ പോലെ ഉണ്ടല്ലോ. അതിന് സ്വഭാവം അറിയുള്ളൂ. ആണോ? എല്ലാം ഉറക്കത്തിലാടോ. ഫുഡെല്ലാം കഴിച്ച് നല്ല ഉറക്കത്തിലെല്ലാരും. അതെ. കണ്ണൂർ നടക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് ഉടുമ്പ്. അയ്യോ, എന്നെ ഒറ്റക്കിട്ട് അവർ പോയി. ഇവിടെ നല്ല സൗണ്ട് ഇതുണ്ട്, ശല്യമുണ്ട്. പോയിടും. ഇവിടെ എന്താ ഉള്ളേ? ആ, മരപ്പട്ടി. മരപ്പട്ടിയുടെ ഫുഡൊക്കെ കഴിച്ചു സുഖമായിട്ട് ഉറങ്ങി. ഇതാ അതെന്താ? എന്താണത്? മങ്കി. മങ്കി എവിടെ? മങ്കി മങ്കി ഉണ്ട് അവിടെ. ഒരാളത് വലിഞ്ഞു കയറുന്നുണ്ട് കാര്യമായിട്ട്. മങ്കിച്ചു. ആ, ഫൈറ്റ് നടക്കുന്നുണ്ട് അവിടെ. രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. കുറേ മങ്കികളുടെ ഇവിടെ. മങ്കികൾ വെറുതെ ഇട്ടുന്നുണ്ട്. കുറേ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. വാ, നമുക്ക് കാണാൻ പോകുന്ന ആ മാമ. ആമകളുടെ തലയല്ലേ എല്ലാം പുറത്തുണ്ട്. അതെന്തോ ചെയ്യണം. അതിനെന്തോ മുറിവ് പറ്റിയിട്ടുണ്ട്. ഉണ്ടോ? വേറെ ആമ കടിച്ചായിരിക്കും. നിങ്ങളൊക്കെ അവിടെ കാണാം തലകളിങ്ങനെ പൊന്തി നിൽക്കുന്നത്. ഒരാളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പൊന്തി നോക്കുന്നുണ്ട്. ഉണ്ടോ? കടി കൂടി മുറി പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? മുറി പറ്റിയിട്ടുണ്ട്. പേടിച്ചു പോയി. പോയോ? ഹായ് ഓർമ്മ പോയാ? ഇതാ അയ്യോ, കൊക്കല്ല പക്ഷി. ഞാൻ എന്താ കാണാൻ പോകുന്നു? എന്താണിതാ? കൊക്കല്ല, എമു. എമു. ഹലോ, നോക്കിയ ഷിനു. ഇതാ എങ്ങനെയാണ് അല്ലു എങ്ങനെ പറയുന്നത്? മൂന്ന് എമു ഉണ്ട്. പുറത്തോ? ആ, മീൻസ് 4 ഉണ്ട്. ഒന്നത് അവിടെ പുറത്ത്, ഒന്നത് ഇവിടെ കാര്യമായിട്ട് കൊത്തുന്നുണ്ട്. അവിടെ 2. നീ എന്താ കാണാൻ പോകുന്നത്? കുറേ പക്ഷികളെ കണ്ടല്ലോ. എന്തൊക്കെ പക്ഷികളെന്ന് വെച്ചാൽ പരുന്തുണ്ട്, മൂങ്ങയുണ്ട്, കൊക്കുണ്ട്, അങ്ങനെ എന്തെല്ലോ പക്ഷികൾ. കന്യാസ്ത്രീ കൊക്കുണ്ട്. എന്ത് കൊക്കാടോ? ഇതിന്റെ മേളിൽ എന്തോ ഇരിക്കും. ചക്കിപ്പരുന്ത്. പരുന്ത്. പരുന്ത് എവിടെ? പരുന്ത് അവിടെ ഇരിക്കുന്ന
പരുന്ത്. ആ അത് മേലെ എന്തത് പരുന്ത് ഇതായിട്ട് മേലൊന്നുണ്ട്. ആ അവനെ എല്ലായിടത്തും കാണണ്ട്. നമ്മളത് ഇത് കാണുന്നുണ്ട്. ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ ആ അതാ മൂങ്ങ ഉണ്ടാ? മൂങ്ങ. ഒരു മൂങ്ങ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു മൂങ്ങയുള്ളൂ. ഇല്ല ഈ സൈഡ് ഇതാ. ഓ ആ ടാടാ. അതെന്താണത്? ഇതാ എന്താണത്? ഇനി എന്തിനാ കാണാൻ പോകുന്നേ? മയില്. മയിൽ അപ്പുറമാണ്. അപ്പുറമാണല്ലേ? എവിടെ ചെറുത്? ദീ വരുന്നു. അതാ വരുന്നടി. ദീ വരുന്നു. നമ്മളെ കണ്ടപ്പോ ഓടി വരുന്നു. ഇതാ കൊത്തും. കൊത്തും. അവിടെ 2 പേർ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു വൈറ്റ് സാധനമുണ്ട്. ഇപ്പോൾ കുറച്ച് പക്ഷികളെ കണ്ട സ്ഥിതിക്ക് ഹായ് ഹായ്. ഇപ്പോൾ കുറച്ച് പക്ഷികളെ കണ്ടില്ലേ? നമുക്ക് കുറച്ച് സാധനത്തെ കണ്ടാലോ? സാധനം എന്ത് സാധനം? യെസ്. ചേരയുണ്ട്, നീർക്കോലിയുണ്ട്, പെരുമ്പാമ്പുണ്ട്, മൂർക്കനുണ്ട്, അണലിയുണ്ട്, മുതലിയുണ്ട്. ആ വാ നമുക്ക് കാണാം. ഇത് സിമെന്റോട് നിർമ്മിച്ച നാട്ടുകാർ. നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിരുന്നു. നശിച്ചിട്ടുണ്ട്. അതെ. ആൻഡ് ഇവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാമ്പ്. അങ്ങനെ ഗൈസ് നമ്മളിതാ പെരുമ്പാമ്പിൻ്റെ അടുത്തെത്തി. ഇതെന്താണ് ഇതത്? പാമ്പ്. പാമ്പിൻ്റെ തല എവിടെ? കിടന്ന് ഉറങ്ങാ. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്സിൻ്റെ ഒരു ചാർട്ടുണ്ട്. ഇവിടെ പെരുമ്പാമ്പ് 3 നല്ല ഉറക്കം. 4 ഒക്കെ അതെ ഗൈസ്. മേളിൽ കണ്ട അവിടെ ഒരാളുണ്ട്. അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. താഴെ എവരിബഡി ഇസ്. അവിടെ വലുത് ഗൈസ്. കുറേ ഉണ്ട് ഗൈസ്. അപ്പുറത്ത് നീളത്തിൽ ഇത് കുന്നുകൂടി കിടക്കുന്നു. എണീറ്റു. അവിടെ കണ്ണൂർന്ന് കിടക്കുന്നുണ്ട്. കണ്ണൂർന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരാളിതാ. അല്ലോ എസ്കേപ്പ് ആകാൻ നോക്കണേ. ദിസ് ഇസ് ഇന്ത്യൻ കോബ്ര. അണലിയൊക്കെ ഉറക്കത്തിലാണ് ഗൈസ്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇത് നല്ല വെനമസ് റസൽസ് വൈപ്പർ. നല്ല വിഷമുള്ള സാധനം. ആണലി. പിന്നെന്താണ് ചേര? ചേര എവിടെ? ചേര എന്ത് നോൺ വെനമസ് അല്ലേ? നാളിലുണ്ട്. വിഷമില്ല. അതെ, ഒരു കാറ്റഗറിയാണ് ചേര. സാധു കാറ്റഗറി. അവിടെ ഒരാൾ എത്തി നോക്കുന്നുണ്ട്. അടുത്തത് കാട്ടുപാമ്പ്. ഇതവിടെ കിടക്കുന്നുണ്ട് ആ മരത്തിൻ്റെ അടിയിലായിട്ട്. നോൺ വെനമസ്, വിഷമില്ലാത്തത്. വിഷമില്ല ഗൈസ് ഈ പാമ്പിന്. അതെ. നോക്കിയേ എന്താണ്? കുറേ ഉണ്ട്. എല്ലാം നല്ല ഉറക്കത്തിലാണ് ഗൈസ്. എല്ലാവരും എണീറ്റിരിക്കുകയാണ്. ഒരു ഫുഡിൽ കഴിച്ചില്ല വഴിയിലാണ്. അനങ്ങുന്നില്ല. അവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാ നോക്കുന്നേ? നോക്കിയേ. ആരാണ് നോക്കണേ? ആരാ നോക്കുന്നേ? നോക്കിയേ, ഇത് നോക്കിയേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് അസിയ? മുതല. Come on. Guys, do not tease animals, dangerous animals. ഇതാ കിടക്കുന്നടാ വെള്ളത്തിലും. അതാ അവിടെ രണ്ടെണ്ണല്ലോ. രണ്ടെണ്ണം വായും തുറന്നിരിക്കുന്നുണ്ട്. എന്താണത്? മുതല. ഇത് ഒത്തിരി വായും തുറന്നിരിക്കണം. എന്തിനാണ്?
എന്നോട് ചോദിക്കേണ്ടി വരും. അതൊക്കെ നോക്കിയാലും കണ്ടാലും എന്താ പറയുക ഒറിജിനൽ എന്ന് പറയോ? ഇല്ല. ഒരു മൂമെന്റോ അനങ്ങുന്നില്ല. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പ്രതിമയായിട്ടല്ലേ ഇരിക്കുന്നത്. അനങ്ങുന്നില്ല. ആ ഒരാൾ അനങ്ങി. ആ കിടത്തൊരു സുഖം ഉണ്ടായില്ല. അപ്പം സുഖമായിട്ട് കിടക്കണം. ഇതൊരു വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അതിൽ അടിയിൽ ഇറത്താൻ അനങ്ങുന്നുണ്ട്. അനങ്ങി. വെള്ളത്തിലോട്ട് മുങ്ങി കിടന്നിട്ടുണ്ട്. സെറ്റാണ് ഗൈസ്. ഈ പടത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച എന്ന് പറയുന്ന മറ്റേ കുഞ്ചാക്കോബനും സുരാജ് വെന്നാറും കൂടിയിട്ട് ഒരു പടം വരുന്നുണ്ട്. അപ്പം അതിന് ഉപയോഗിച്ചൊരു ഷൂട്ടിംഗ് സൈറ്റാണിത്. ഇവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയൊരു സെറ്റാണിത്. അതെ, പെട്ടെന്ന് കാണുമ്പോൾ ഒരു കാട് പോലെ തോന്നുമെങ്കിലും ഫുള്ളൊരു സെറ്റ് ചെയ്താക്കിയതാണ്. അപ്പം അതാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടം വരുമ്പോൾ കാണാം ഈ ഒരു സീനത്ത് നമുക്ക് അറിയാതെ. അതെ. ഇവിടെ ഇപ്പോൾ യുണൈറ്റ് ഫോർ ബിഗ് കാറ്റ്സ് എന്നും പറഞ്ഞിട്ടൊരു ബാനറുണ്ട്. ഇത് പുലിൻ്റെ അടുത്ത് വരുന്നില്ല. ഇത് വാ പോവാ വാ. എനിക്കത് വല്ലാണ്ട് പുലിനെയൊക്കെ അതുകൊണ്ട് ഇതാ വരുന്നില്ല. വാ വാ കേടി. എവിടെയാണ് പണി തീർന്നില്ല കൈസ്. ഇവിടുത്തെ തീർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ എന്തോ ഒരു അവയർനെസ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ഡെയിലി 1, 2, 3, 4, 5 ഷോ ഉണ്ട് ഇവിടെ. അതെ, ഓരോരോ awareness available for school from 9 AM to till 11 AM. ഇവിടെ ഇങ്ങനെ ഓരോരോ ഷോയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവില്ല ഗൈസ്. സ്മോൾ സ്നേക്സ് ഉണ്ട്. സ്മോൾ സ്നേക്സ്, ചെറിയ ചെറിയ പാമ്പുകൾ. അപ്പോൾ ഗൈസ് ഇവിടെ ഒന്നിനെയും ഉപദ്രവിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ പാമ്പ് കടിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒരു വയലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ അതിന് ഫൈൻ 3000 രൂപയാണ് ഫൈൻ അവർ പറയുന്നത്. ഓക്കെ, ഇതിനൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാമ്പുകളെ കാണാം. ഇത് പെട്ടെന്ന് ഓടി ഓടി പോയാണ്. മെല്ലെ 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 ബാ. ഇവിടെ ബാ, ഇതെന്നെ കാണിച്ചു തരാം. ബാ ഇതുണ്ട് പാമ്പ്. കണ്ടോ അടയുള്ള പാമ്പാണ്. 2 സൈഡ് തലയുണ്ട് എന്നറിയപ്പെടുന്നൊരു പാമ്പ്. മണ്ണൂലി പെട്ടെന്ന് കാണില്ല. ഈ പൂഴിയിലൊക്കെ അധികം ഉണ്ടാകുന്ന സാധനം. നമ്മുടെ സമയം സാധനം കാണണം ഗൈസ്. എനിക്ക് കാണാനുള്ളൊരു കണ്ടതും അങ്ങനെ തന്നെയാണ് ഗൈസ്. അങ്ങനെ സുനുവിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ദേടോ കുഞ്ഞു ബോട്ടല്ലേ ഇവിടെ ഉണ്ട്. രാജവെമ്പാല ഗൈസ്, രാജവെമ്പാല. ഇതാ പരുന്തിൻ്റെ ഒരു എന്താ പറയാ കിട്ടില്ല. ഇതാണ് ഗൈസ്. പിന്നെ പാമ്പൊക്കെ നീർക്കോലിയാ. നീർക്കോലിയാണ്. അങ്ങനെ നമ്മൾ അവനെ കാണാൻ പോവുകയാണ് ഗൈസ്. അവനെ കാണാൻ ഇവിടെ കുറച്ച് നമ്മളെ ആരാണ് വാവാ സുരേഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് അതിഥികൾ ഇവിടെയുണ്ട്. വെച്ചെടുക്കുന്നു. ഇത് കണ്ടു ഗൈസ്, ഇതൊക്കെ നല്ല വലിയ സാധനങ്ങളാണ്. ഹായ് ഹലോ. അതെ ഹലോ. അവിടെ ഒരാൾ അനങ്ങുന്നുണ്ട്. ഇതവിടെ അപ്പുറം 2 പേര് കേട്ടോ. പുറത്തേക്ക് പോകാനുള്ളൊരു തത്രപ്പാടിലാണ്. അപ്പം നമ്മുടെ അതിഥികൾ ഇതാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതാ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അടുത്തേക്ക് വരുന്നുണ്ട്. ദേ ഇതിൻ്റെ ഉള്ളിൽ കിടക്ക് നോക്ക്.
ഇതാ പോകുന്നതാ, ഇതാ ഇതാ. ഹലോ, എങ്ങനെയാണ് ഇതാ പറഞ്ഞേ? എന്തോ വിശേഷം പറയണോ ഗേസ്? ആ വിശേഷം എന്താ പറയുന്നത്? ഇങ്ങോട്ട് ഇങ്ങോട്ടാ, ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഗേസ് മെയിനായിട്ട് കാണാൻ വന്ന സാധനം, കിങ് കോബ്ര. ഉണ്ടോ ഉള്ളില്? ആ ചെടിൻ്റെ അവിടെ സാധനം ഇവിടെ ഉണ്ട് ഗൈസ്, പക്ഷെ ഞങ്ങൾക്ക് അത്ര വിസിബിലിറ്റി ഇല്ല. ആ എന്താണ് എന്താ വേണ്ടി? ഇവിടെ ഫുള്ള് റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഗൈസ്. ഞാൻ വന്നപ്പോഴും റിനോവേഷനൊക്കെ എടുക്കുക. ഏകദേശം ഒരു 5-6 മാസം മുമ്പ് വന്നപ്പോ അല്ലേ, നമ്മൾ ഫസ്റ്റ് വന്നപ്പോ അപ്പോഴും റിനോവേഷൻ ഒക്കെ തന്നെ ആയിരുന്നില്ലേ? 5-6 മാസം മുന്നെയാ. നമ്മൾ കല്യാണം കഴിഞ്ഞോട് വന്ന ടൈമിൽ നമ്മൾ വന്നത് 3 വർഷമാവാനായി. 3 വർഷമാ? ഓക്കെ, അപ്പോൾ 3 വർഷം അറിയുന്നത്. വിളിപ്പിക്കോ? കേറുന്നോ? അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ 20 സിനിമ കാണാൻ കയറിയാണ്. വാ ഇവിടെ ഐസ്ക്രീം വാങ്ങാം, വാ ഇതിനോട് പോയിട്ട് വാ. ബുബു വേണം, ബുബു വാ. അപ്പോൾ നമ്മൾ അവിടെ കയറുന്നത് 12D. ആ ഗൈസ്, അപ്പോൾ നമ്മൾ 20 പടം കാണാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങി, ഇതോ പേടിക്കില്ലേ? ഓക്കെ, ഇത് വേണ്ട ചോദിച്ചു നോക്കണോ? അയ്യോ ഇപ്പോൾ അവിടെ പോയല്ലോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ തന്നിട്ടുണ്ട് ഗൈസ്. അതെ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മൾ എന്താവോ എന്തോ നമുക്കെന്തായാലും കാണാം. ഞാൻ വീഡിയോ എന്തെങ്കിലും ഓഫാക്കാൻ അയാൾ പേടിച്ച് വിളിക്കുന്നത്. തുടങ്ങിയല്ലോ. അപ്പോൾ ഗൈസ് 20 എന്താ പറയുക 20 പടത്തിന് കയറിയിട്ട് ഒരാൾ പേടിച്ച് ഇത് കണ്ട കാഴ്ച ഞങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇതുവരെ അനങ്ങാണ്ടിരുന്ന് കണ്ടു. എന്നിട്ട് ഒരാൾ അയ്യോ ഒന്ന് പറയണം, അങ്ങനെ ഫുള്ള് വീഡിയോ എടുക്കാൻ തന്നില്ല ഗൈസ്. ഒരാൾ കഴിയാൻ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇച്ചിരി സമാധാനമായത്. ഇതു കേറിട്ട് പേടിയായോ? എന്തായത്? പേടിച്ചോ? പേടിക്കണ്ടേ? എന്തായത്? അല്ല അല്ല, കേറിക്കോ. ഇതിലിരിക്കാല. ബ്ലൂ എന്നാ തലർന്നു. ബാ ഇരിക്കേ. പേടി ഒന്നും വേണ്ട, ഇറങ്ങിക്കോ. എന്തേ അതിൽ തീറ്റുന്നല്ലടാ, ഇതിൽ കയറുന്നാ. നമുക്ക് അപ്പുറേ പോവാലോ. ബാ ഇതിന് ഐസ്ക്രീം വേണോ? ഐസ്ക്രീം കഴിക്കാം. ഐസ്ക്രീം അല്ല ഗൈസ്, ഉപ്പിലിട്ടാണ് കഴിക്കാൻ പോകുന്നത്. നല്ല പൈനാപ്പിൾ. ചേട്ടാ ഇവിടെ ആളില്ലേ? ഒരു മാങ്ങ. കൈതല്ല തിന്ന. മയിലിനെ കണ്ട ഗൈസ്. പിടിക്കണ്ട. എന്താണ് ഇതത്?
അവിടെ ഇരിക്കാലോ നമുക്ക്. ഗൈസ് നേരത്തെ കാണാൻ പറ്റിയില്ല. കിങ് കോബ്ര രണ്ടെണ്ണം ഉണ്ട് ഇവിടെ, പക്ഷെ ഒന്നേ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നു. അതെ, ഒന്ന് വെള്ളത്തിലാണോ എവിടെയാണ് നമുക്കറിയില്ല. അപ്പൊ ഇത് രാജയാണോ ഇത് റാണിയാണോ? അവിടെ അവർക്ക് എഴുതിച്ചൂടായിരുന്നു അതിൻ്റെ മറ്റേ കൂടി. ആ, ഇത് രാജയാണോ ഇത് റാണിയാണോ നമ്മളെങ്ങനെ അറിയും? രാജാ റാണി, രാജാ റാണി രണ്ടുണ്ട്. പാമ്പു പറഞ്ഞേ, പാമ്പു. എന്താണത്? എന്താണ് പാമ്പു? വലിയ പാമ്പുവാ ഇതാ. അങ്ങോട്ട് നോക്കിയേ, പാമ്പു എന്ന് പറഞ്ഞേ. എന്താണ് പാമ്പു? പാമ്പ് വരുന്ന അങ്ങനെ കാണാൻ പറ്റി. വലിയ നീളം ഇല്ല, ചെറുതാണ് എന്നാലും. അതെ, പക്ഷെ ഒന്നൊന്നര സാധനം. ഇപ്പുറത്ത് വരുന്നു. ഒരെണ്ണം കൂടി ഇതുണ്ട് ഗൈസ്, ഇതിൻ്റെ തൊലിയെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ മേറ്റും കഴിഞ്ഞിട്ട് ഗൈസ് വന്നതാ ഇവിടെ അടുത്തെത്തി. ഇതാ വരുന്നു. ഹായ്. എന്താ എടുക്കല പറഞ്ഞ